മനഃശക്തി പരിശീലനത്തിൽ മെഡിറ്റേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു ചെറിയ മെഡിറ്റേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിവർന്നിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ശ്വാസം 3 പ്രാവശ്യം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. അതിനുശേഷം സ്വസ്ഥമായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് സെൽഫ് അഫർമേഷൻസ് പറയണം. ഉദാഹരണമായിട്ട്, ഞാൻ മിടുക്കനാണ്, ഞാൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്, എൻ്റെ ജീവിതം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്, എനിക്ക് നല്ല മെമ്മറി പവറാണ്, ഞാൻ കാര്യപ്രാപ്തിയുള്ള വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള സെൽഫ് അഫർമേഷൻസ് പറയണം. ഈ സെൽഫ് അഫർമേഷൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നെഗറ്റീവ് വേർഡുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആയിരിക്കണം, പ്രസന്റ് ടെൻസിലായിരിക്കണം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത്രയും മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ സെൽഫ് അഫർമേഷൻസ് ഓരോന്നും ഒരു 3 പ്രാവശ്യം ഫീലോട് കൂടി പറയുക. സാധിക്കുമെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ കാണാനും കൂടി ശ്രമിക്കുക. ആ ഒരു സെൽഫ് അഫർമേഷനിലുള്ള പിക്ചർ കൂടി കാണാൻ ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മിടുക്കനാണെന്ന് പറയുമ്പോൾ ഞാൻ മിടുക്കനായിരിക്കുന്നത് എൻ്റെ മനസ്സിൽ കണ്ടിട്ട് വേണം ഞാൻ മിടുക്കനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മൾ ഉള്ളിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് സെൽഫ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്ത് പറയണം? ഐ എം റിയലി കോൺഫിഡൻറ്റ്. മെമ്മറി പവർ ഇല്ലെങ്കിൽ എന്ത് പറയണം? ഐ ഹാവ് എ ഗ്രേറ്റ് മെമ്മറി പവർ എന്ന് പറയണം. അതിനുശേഷം ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് കാണുക, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ കാണുക. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നടക്കേണ്ടത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിൽ പിക്ചറായിട്ട് കാണുന്നതാണ്. പിക്ചറായിട്ട് കാണുക എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് ബാക്കിയുള്ള എല്ലാ സെൻസസിനെയും ഉൾപ്പെടുത്തുവാണെങ്കിൽ നല്ലതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട് വെക്കണമെന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ ആ വീട്ടില് ആ വീട് വെച്ചിരിക്കുന്നത് നമ്മൾ കാണുക, ആ വീട്ടിൽ താമസിക്കുന്നത് കാണുക, ആ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഫീൽ ചെയ്യുക, ആ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഉള്ളിലേക്ക് എടുക്കുക, അവിടുത്തെ ഫ്രാഗ്രൻസ് അത് ലിറ്ററലി ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ എന്തെല്ലാം അവിടെ നമുക്ക് വിഷ്വലൈസ് ചെയ്തും അതോടൊപ്പം തന്നെ നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവിടെ ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കാണുക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, നിവർന്നിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, ശ്വാസം 3 പ്രാവശ്യം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, കണ്ണുകൾ അടയ്ക്കുക എന്നുള്ള കാര്യം. രണ്ടാമത്തേത് പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് അഫർമേഷൻസ് ധാരാളമായിട്ട് പറയുക എന്നുള്ളതാണ്. ഓരോന്നും 3 പ്രാവശ്യം വെച്ച് പറയണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ആണ്. നമുക്ക് ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ 5 സെൻസസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് കാണുന്ന ഒരു പ്രക്രിയയാണ്. 1-2 മിനിറ്റ് കൊണ്ട് അത് ഭംഗിയായിട്ട് കാണുക, അത് നടക്കുന്നതായിട്ട് കാണുക, ഇപ്പോൾ അത് സംഭവിക്കുന്നതായിട്ട് കൃത്യമായിട്ട് കാണുക. അതിനുശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കാണുന്നു, കണ്ടതിന് ശേഷം ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവത്തോട് നന്ദി പറയുന്നു, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നന്ദി പറയുന്നു, അതല്ലെങ്കിൽ ഇനി മനുഷ്യന്മാർക്കാണ് നന്ദി പറയാനുള്ളതെങ്കിൽ മനുഷ്യന്മാർക്ക് നന്ദി പറയുന്നു. തുടർന്ന് വളരെ സ്വസ്ഥമായിട്ട് 1 മുതൽ 10 വരെ മനസ്സിൽ എണ്ണി മെഡിറ്റേഷൻ അവസാനിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് കൈകൾ ഒരു 21 പ്രാവശ്യം കൂട്ടിത്തിരുമ്മിയിട്ട് ആ കൈകളുടെ കൈപ്പത്തികളുടെ ചൂട് മുഖത്ത് വെച്ച് മെഡിറ്റേഷൻ അവസാനിപ്പിക്കുക. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഒന്നെന്ന് പറയുന്നത്, മനസ്സിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ നന്നായിട്ട് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് സെൽഫ് അഫർമേഷൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് അഫർമേഷൻസ് പറയുന്നതിലൂടെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സ് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളിത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നടത്തുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് അതിനെ റിയാലിറ്റിയിലേക്ക് മാനിഫെസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.